നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. വടക്കേക്കാട് നായരങ്ങാടി പാലത്തിങ്കൽ ജ്വല്ലറിയിൽ മോഷണശ്രമം. പിൻവശത്തെ ചുമർ തുരന്ന് മോഷ്ടാവ് അകത്ത് കയറിയെങ്കിലും ലോക്കറിലെ അലാം ശബ്ദിച്ചതിനെ തുടർന്ന് ഓടി രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. ജ്വല്ലറിയുടെ ലോക്കർ റൂമിന്റെ പിറകുഭാഗത്തുള്ള ചുമരാണ് മോഷ്ടാവ് ഒരാൾക്ക് കടക്കാനുള്ള വലിപ്പത്തിൽ തുരന്നിട്ടുള്ളത്. പുലർച്ചെ 2:30 ശബ്ദം കേട്ടതിനെ തുടർന്ന് നാട്ടുകാർ ജ്വല്ലറി ഉടമയെ അറിയിക്കുകയും ഉടമ മൊബൈലിൽ ജ്വല്ലറിയിലെ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായി ഒന്നും കാണാത്തതിനെ തുടർന്ന് സംഭവം കാര്യമാക്കിയിരുന്നില്ല. പിന്നീട് അലാം ശബ്ദിച്ചപ്പോഴാണ് പരിശോധന നടത്തിയതും മോഷണശ്രമം ശ്രദ്ധയിൽപ്പെട്ടതെന്നും പറയുന്നു. തുടർന്ന് വടക്കേക്കാട് പോലീസിൽ വിവരമറിയിച്ചു. ഉടനെ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലും മുഖംമൂടി ധരിച്ചിട്ടുള്ളതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ജ്വല്ലറിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ചുമർ തുറന്ന ഭാഗം ഉൾപ്പെടുന്ന രീതിയിലുള്ള ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതു മനസ്സിലാക്കിയാണ് മോഷണശ്രമം നടത്തിയിട്ടുള്ളതെന്ന് കരുതുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിൽ ചുമർ തുറക്കാൻ ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികൾ പോലീസിന് ലഭിച്ചു. ഗുരുവായൂർ ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന ശക്തമാക്കി. അതേസമയം പോലീസിന്റെ ഭാഗത്തുനിന്ന് കർശനമായ പരിശോധന നടത്തുകയും മോഷ്ടാവിനെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നും പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും ഗുരുവായൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ ലൂക്കോസ് തലക്കോട്ടൂർ ആവശ്യപ്പെട്ടു. പരവൂരിൽ സർക്കാർ സ്കൂളിലെ അധ്യാപകൻ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. പരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനായ മണികണ്ഠനാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. ദൃശ്യങ്ങൾ ക്ലാസ്സിലെ മറ്റൊരു കുട്ടി മൊബൈലിൽ പകർത്തിയതാണ്. അധ്യാപകനായ മണികണ്ഠൻ കഴിഞ്ഞ 18 വർഷമായി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വെച്ച് പേനയുടെ മൂടി താഴെ വീണതെടുക്കാനായി ഡെസ്കിന് മുകളിലൂടെ നോക്കിയതിനാണ് വിദ്യാർത്ഥിയെ വിളിച്ചു നിർത്തി ക്രൂരമായി മർദ്ദിച്ചതെന്ന് കുട്ടിയുടെ പിതാവ് ബാബു പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യം പ്രചരിപ്പിച്ചപ്പോഴാണ് ബാബു സംഭവം അറിയുന്നത്. അധ്യാപകൻ മറ്റ് വിദ്യാർത്ഥികളോടും വലിയ ദേഷ്യത്തിലാണ് ഇതിനു മുമ്പും പെരുമാറാറുള്ളതെന്നും പറയുന്നു. സംഭവത്തിൽ സ്കൂൾ പ്രധാനാധ്യാപകനും ചൈൽഡ് ഹെൽപ്പ് ലൈനിലും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് പുതുപ്പാടി പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. വെള്ളി, ശനി ദിവസങ്ങളിലും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ശനിയാഴ്ച തെക്കൻ മധ്യ കേരളത്തിലെ 7 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കാലാവസ്ഥ മോശമായതിനാൽ ഇന്നു മുതൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുന്നയൂർകുളം പരൂർ കുപ്രവള്ളി GMLP സ്കൂളിൽ പരൂർ പ്രിയദർശിനി ചാരിറ്റി സെല്ലിന്റെയും ആറ്റുപുറം യൂത്ത് വിങ്ങിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്കൂൾ ബാഗ് വിതരണം ചെയ്തു. പ്രിയദർശിനി ചാരിറ്റി സെൽ വൈസ് പ്രസിഡന്റ് മുസ്തഫ പരൂരിന്റെ അധ്യക്ഷതയിൽ 11ാം വാർഡ് മെമ്പറും പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KP ധർമ്മൻ ബാഗ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സുനീർ മുഹമ്മദ്, ടിപ്പു ആറ്റുപുറം, ബക്കർ തോട്ടേക്കാടൻ, മുരളി പോലിയത്ത്, CM ഫാറൂഖ്, ഷിബു K മുഹമ്മദ്, നൌഫൽ തോട്ടേക്കാടൻ എന്നിവർ സംസാരിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് നാസിഫ് തോട്ടേക്കാടൻ സ്വാഗതവും PTA പ്രസിഡന്റ് ഫാറൂഖ് നന്ദിയും പറഞ്ഞു. മറ്റു ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. NSS തലപ്പള്ളി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഗുരുപൂർണിമ ദിനം ആചരിച്ചു. NSS ഡയറക്ടർ ബോർഡ് മെമ്പറും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് P ഋഷികേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ആധ്യാത്മിക പ്രഭാഷകനും വാൽമീകി രാമായണ നവാഹയജ്ഞാചാര്യനുമായ OS സതീഷ് അനുഗ്രഹ പ്രഭാഷണം നടത്തി.
യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എസ് ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. യൂണിയൻ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയ 2 വേദികളിലായി ഒരേ സമയം 3000-ൽ പരം കരയോഗാംഗങ്ങൾ ഹരിനാമ കീർത്തനം ആലപിച്ചു. യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ, പ്രതിനിധി സഭാംഗങ്ങൾ, വനിതാ യൂണിയൻ ഭാരവാഹികൾ, ഇൻസ്പെക്ടർ എൻ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഹരിനാമ കീർത്തനാലാപനത്തിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും പ്രസാദമായി ഉണ്ണിയപ്പങ്ങൾ വിതരണം ചെയ്തു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നടന്ന കർക്കടക മാസ പൗർണമി പൂജ ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര മേൽശാന്തി നിഖിലേഷ് നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു. പൂജയോടനുബന്ധിച്ച് കണ്ണകി മാതൃസമിതിയുടെ ലളിത സഹസ്രനാമാർച്ചനയുമുണ്ടായി. ചരമം. കേച്ചേരി ആയമുക്ക് രായമരയ്ക്കാർ കുഞ്ഞാവ മകൻ അബ്ദുൾ ലത്തീഫ് ഹാജി നിര്യാതനായി. 94 വയസ്സായിരുന്നു. സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ കേച്ചേരി റേഞ്ച് ഭാരവാഹിയായും ആയമുക്ക് മഹൽ പ്രസിഡന്റായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഖബറടക്കം പട്ടിക്കര പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ഖദീജ ബഹരിയാണ്. സമീർ, ഫെമിന, ഹസീന, സെറീന എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.